ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഷിബ്ര വന്ന് ഷാമീറിനെ വിളിക്കുന്നുണ്ട്. സുക്കൈനെ വിളിച്ചിട്ട് ഡോർ തുറക്കുന്നില്ല എന്നും പറഞ്ഞ്. ഇത് കേട്ടതും ഷാമീർ അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. ഷാമീർ പോയി വിളിച്ചതും അവൾ ഡോർ തുറന്നു. ഞാൻ വിചാരിച്ചത് നീ വലിയ കില്ലാടിയാണെന്നാണല്ലോ, നീ ഇത്രയും പാവായിരുന്നു എന്നും ചോദിച്ച് ഷാമീർ അവളുടെ തലക്കൊരു കിക്ക് കൊടുക്കുന്നു. ഫസൽ ഭായിക്കറിയോ, ഞാനും സുഹൈബും ചെറുപ്പം മുതലേ പരസ്പരം അറിയുന്നവരാ. ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞങ്ങൾ പരസ്പരം കണ്ണിൽ നോക്കിയാണ് മനസ്സിലാക്കിയിരുന്നത്, ജീവനാണെന്നറിഞ്ഞത്. പക്ഷെ ഇന്ന് ആ ജീവൻ പോയി, എല്ലാം തീർന്നു. എൻ്റെ ഉപ്പയുടെ വാശി എൻ്റെ പ്രണയത്തെ കൊന്നുകളഞ്ഞു. നോക്കിക്കോ, നിങ്ങളുടെ കാര്യത്തിൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. കാരണം അവർക്ക് അവരുടെ വഴി മാത്രമാണെന്ന് സുക്കീനെ പറയുമ്പോൾ ഷമീർ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കാര്യം അറിയില്ല, അതെൻ്റെ കൺട്രോളിലും അല്ല. പക്ഷെ നിന്റെ കാര്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. എനിക്കൊരു 2 ദിവസം താ, അതിനുള്ളിൽ ഞാൻ ശരിയാക്കി തരാമെന്ന് ഷമീർ സുക്കീനയോട് പ്രോമിസ് ചെയ്യുന്നു. സുലൈമാനോട് ഷിബ്ര പോയി പറയുന്നുണ്ട്, ഉപ്പക്കറിയോ, ഇതുവരെ റൂം അടിച്ചിരുന്ന സുക്കീന ഫസൽ ബക്ഷ് പോയി സംസാരിച്ചതിന് ശേഷം സമാധാനത്തോടെ ഉമ്മാന്റെ കൂടെ ഉറങ്ങുന്നുണ്ടെന്ന്. ഇത് കേട്ടതും സുലൈമാൻ പറയുന്നുണ്ട്, ഫസൽ ബക്ഷ് ഒരു സാധാരണ മനുഷ്യനല്ല, അവനൊരു പണ്ഡിതനാണെന്ന് തോന്നുന്നു. എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്നു, അവനെന്തോ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് അയാൾ പറയുമ്പോൾ ഷിബ്ര അയാളെ സംശയത്തിൽ നോക്കുന്നുണ്ട്. ഷിബ്ര, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ അവനെ അടിക്കരുതായിരുന്നെന്ന് അയാൾ പറയുമ്പോൾ ഷിബ്ര പറയുന്നുണ്ട്, എനിക്കറിയില്ല, അയാൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സമയമാകുമ്പോൾ അവനെക്കുറിച്ച് നിനക്ക് എല്ലാം മനസ്സിലാവുമെന്ന് അയാൾ പറയുമ്പോൾ അവളുടെ മുഖത്തൊരു പ്രത്യേക ഭാവമായിരുന്നു. രാവിലെ തുണി വിരിച്ചിടാൻ ഷാമീർ വരുന്ന സമയത്ത് അവനവിടെ ഷിബ്രയെ കാണുന്നു. അവളും തുണി വിരിച്ചിടുന്നുണ്ടായിരുന്നു. ഷാമീറിനോട് സംസാരിക്കാൻ വേണ്ടി സുലൈമ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് അയാൾ അറിയുന്നത് ഷാമീർ നാട്ടിലേക്ക് പോവാണെന്ന്. ഞാനെങ്ങനെ പെരുമാറിയത് കൊണ്ടാണോ താൻ പോകുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഞാൻ അവിടേക്ക് പോയത് സുഹൈബിന് ഒരു ജോബ് ശരിയാക്കി തരാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് സാബിന്റെ സഹോദരിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനിപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് ഞാനെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഒരു മുർഷിദ് അവിടെ ഉണ്ടെന്ന്, അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനാണ് ഞാൻ പോകുന്നത്, സുക്കൈനയുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് അവൻ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നിന്നെ സഫിയ പറഞ്ഞില്ലേ എനിക്കൊരു മകനെ കിട്ടിയതാണെന്ന്, അതുപോലെ തന്നെ എനിക്കിപ്പോൾ തോന്നാം സത്യവാനായിട്ട് എപ്പോഴും ഉണ്ടാവണമെന്നും പറഞ്ഞ അയാൾ അവിടെ നിന്നും പോകുന്നു. ബാഗും എടുത്ത് പോകുന്ന ഷാമീറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഷിബ്ര ചോദിക്കുന്നുണ്ട്, ഖുദാ ഹഫീസ് ഒന്നും പറയാതെ പോവാണോ എന്ന്. ഞാൻ ഈ പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ എന്നോട് നല്ല രീതിയിൽ സംസാരിക്കാമെന്ന് പ്രോമിസ് ചെയ്യാമെന്ന് ഷിബ്രയോട് ഷാമീർ ചോദിക്കുമ്പോൾ, നല്ല രീതിയിൽ സംസാരിക്കാം, പൂക്കളും തരാന്നൊക്കെ ഷിബ്ര പറയുമ്പോൾ, ആണോ, തമാശ പറയല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയുന്നു. എന്നിട്ട് അവൾ ഒരു ടിഫിനിൽ കുറച്ച് സാൻഡ്വിച്ചസ് കൊടുത്തിട്ട് പോകുമ്പോൾ വിശന്നാൽ കഴിച്ചോന്ന് പറയുമ്പോൾ ഷാമീറിന് സന്തോഷമാവുന്നു. കൂടാതെ തൻ്റെ നാട്ടിലുള്ള ആ പണ്ഡിതനോട്, അതായത് മുർഷിദിനോട് സലാം പറയണമെന്ന് അവൾ പറയുന്നു. പിന്നെയും എന്തോ പറയാൻ തുടങ്ങിയ ഷാമീറിനോട് ഖുദാ ഹാഫിസും പറഞ്ഞവൾ അവിടെ നിന്നും പോകുന്നു. എന്നാൽ പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട്, താൻ ഇതുവരെ പോയില്ലേന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയാം തനിക്ക് ഇനിയും എന്തെങ്കിലും പറയാനുണ്ടാവുന്നു, അതാ പോവാത്തതെന്ന് ഷാമീർ പറയുമ്പോൾ ഷിബ്ര പറയുന്നുണ്ട്, എത്തിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കണമെന്ന്. വേണ്ട, ഞാൻ കോൾ ചെയ്യാമെന്നവൻ പറയുമ്പോൾ, ഞാൻ എന്താണോ പറഞ്ഞത് അത് ചെയ്താൽ മതിയെന്നും അവൾ ദേഷ്യത്തോടെ പറയുന്നു. ഫറാസ് മെഹറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോളൂ, ഷാമീർ നാളെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. കുറച്ച് ദിവസമായല്ലോ പോയിട്ട്, എന്തെങ്കിലും റീസൺ ഉണ്ടോ പെട്ടെന്ന് വരാനെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ എന്തോ റീസൺ പറയുന്നുണ്ട്. ഇവിടെ ഷാമീർ ഓടിക്കെത്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് ദാവൂദിനോട് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. താൻ കുറച്ച് ദിവസങ്ങളായിട്ട് ബാഡ് സ്വപ്നം കാണുവാണെന്നും എനിക്ക് അവിടെ നിന്നിട്ടൊരു സമാധാനം ഇല്ലാന്നും അതാണ് പെട്ടെന്ന് താൻ ലണ്ടനിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നതെന്നും അവൻ കള്ളം പറയുന്നു. എന്നാൽ ഫറ അവനെ സംശയത്തോടെ നോക്കുന്നുണ്ട്. ഉപ്പാക്ക് ചുറ്റും ശത്രുക്കളാണെന്നും നല്ലോണം കെയർ ചെയ്യണമെന്നും അവൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് വന്നത് തെറ്റായിപ്പോയെന്ന് അവൻ ചോദിക്കുമ്പോൾ, ഇല്ല, നല്ല കാര്യം മോനെ, എനിക്ക് സന്തോഷമായി, ഞാൻ ഓക്കെയാണ്, ഐ ആം ഫൈൻ എന്നും പറഞ്ഞ് ദാവൂദ് അവനോട് പോയിട്ട് ഫ്രഷായി വരാൻ വേണ്ടി പറയുന്നു. അവൻ അങ്ങോട്ട് പോയതും ഫറ പറയുന്നുണ്ട്, ഷാമീർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. ഇത് കേട്ടതും ദാവൂദിന് ഒരുപാട് സന്തോഷമാവുന്നു. ഇവിടെ നർഗീസിന്റെ വീട്ടിൽ നർഗീസിനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഷാമീറിന്റെ ഡ്രൈവർ സർദാറും അവന്റെ ഗാർഡ്സും. അവരെ കണ്ടതും പേടിച്ചിട്ട് നർഗീസ് ചോദിക്കുന്നുണ്ട്, എന്തിനാ വന്നതെന്ന്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതെന്ന് സർദാർ പറയുമ്പോൾ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്, എല്ലാവർക്കും കഴിച്ചിട്ട് പോവാന്ന് വളരെ പരവേശത്തിൽ അവർ പറയുന്നു. അപ്പോഴേക്കും സുഹൈബ് അങ്ങോട്ട് വന്നതും സർദാറിനെയും കുട്ടരെയും കണ്ടതും ഇതാരാ ഉമ്മാന്നും അവൻ നർഗീസിനോട് ചോദിച്ചതും, നമ്മളെ കൊണ്ടുപോകാൻ വന്നതാ, ഇനി നീ ഇവരുടെ കൂടെ പോയിക്കോന്നും പറഞ്ഞ് നർഗീസ് അവിടുന്ന് മുങ്ങാൻ നോക്കുമ്പോഴേക്കും അവരെ ലോക്ക് ചെയ്യുന്നു. കിച്ചണിലേക്ക് വരുന്ന സുലൈമാനെ സഫിയയും സുക്കൈനയും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സാറ്റർഡേയും സൺഡേയും സ്പെഷ്യൽ ഡേ ആയിരിക്കും, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണെന്ന് സഫിയ പറയുമ്പോൾ സുലൈമാൻ ആകെ വല്ലാതാകുന്നു. എന്താ സഫിയ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നമ്മളിങ്ങനെ ആയാൽ അവൾക്ക് ഒരുപാട് വിഷമാവില്ലേന്ന് അയാൾ പറയുമ്പോൾ, പിന്നെ ഞാൻ സന്തോഷിക്കണോ എൻ്റെ മോളെ തലാക്കാവുന്നെന്നും പറഞ്ഞിട്ടെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ വാശിയാ വലുത്, അതുപോലെ തന്നെ നിങ്ങളുടെ പെങ്ങൾക്കും എന്ന് സഫിയ പറയുമ്പോൾ സുലൈമാൻ അവരെ ദയനീയമായി നോക്കുന്നു. ഇതേസമയം സുക്കൈന ഇവരുടെ സംസാരം താല്പര്യമില്ലാത്ത പോലെ, ഉമ്മ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരോ അതോ ഞാൻ ഉണ്ടാക്കണമെന്ന് ചോദിച്ചതും അയാൾക്ക് നല്ലോണം സങ്കടാവുന്നു. ഷാമീറിന് ഷിബ്ര വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എത്തിയിട്ട് വിളിക്കാതിരുന്നതെന്ന്. അപ്പോൾ ഷാമീർ പറയുന്നുണ്ട്, ഞാൻ വിളിക്കാതിരുന്നതാ, പക്ഷേ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഷിബ്ര ചോദിക്കുമ്പോൾ ഷാമീർ പറയുന്നുണ്ട്, ഫോണിലെ ബാലൻസ് തീർന്നു പോയി, അതാന്ന്. ഇതവൻ്റെ വീട്ടിലെ മെയ്ഡ് കേട്ടിട്ട് ആകെ സംശയത്തോടെ നോക്കുന്നുണ്ട്. ഷാമീർ ഇത് കണ്ടതും അവരോട് പോകാൻ പറയുന്നു. അപ്പോൾ ഷിബ്ര ചോദിക്കുന്നു,
പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കണം, എൻ്റെ കയ്യിൽ ഒരു 20,000 രൂപയുണ്ടെന്ന്. ആണെങ്കിൽ ചോദിച്ചോളൂ, ഫോർമാലിറ്റീസിനൊന്നും ആവശ്യമില്ല എന്ന് അവൾ പറയുമ്പോൾ ഷമീർ വേണ്ടാന്ന് പറയുന്നു. എനിക്ക് തരാൻ വെച്ച ആ 20,000 കൊണ്ട് ഞാൻ വന്നിട്ട് നമുക്ക് പാർട്ടി നടത്താന്ന് പറയുമ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞവൾ കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയം അത്രയും ആ മെയ്ഡ് അവൻ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആകെ മൂഡ് ഓഫ് ആയിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് സുലൈമാനും സഫിയയും. സുക്കൈന അവരെ മൈൻഡ് ചെയ്യാതെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോഴേക്കും ഷിബ്ര അങ്ങോട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് സുലൈമാനൊന്നും കഴിക്കാതിരിക്കുന്നത് അവൾ കാണുന്നത്. ഉപ്പ എന്താ ഫുഡ് കഴിക്കാത്തതെന്ന് അവൾ ചോദിക്കുമ്പോൾ തനിക്ക് ടോസ്റ്റ് ഉണ്ടാക്കാൻ മറന്നു, ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ അയാൾ എഴുന്നേൽക്കുമ്പോൾ അയാളെ തടയുന്നു. ഉപ്പ ഇവിടെ ഇരിക്കെ, ഞാൻ ടോസ്റ്റ് ഉണ്ടാക്കാം, സുക്കി നീ ചായ ഉണ്ടാക്കുന്ന പറയുമ്പോൾ സുക്കീനെ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ ഫുഡ് കഴിക്കാണ്. എന്താ സുക്കി, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് ഷിബ്ര ചോദിക്കുമ്പോൾ നിനക്ക് കാണുന്നില്ലേ ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്യുന്നതെന്നും എനിക്കൊന്നും കേൾക്കാനുള്ള മൂഡില്ല എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാണെന്നും ആരും ഇമോഷണൽ ഡ്രാമ കൊണ്ട് വന്നൊന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നും പറഞ്ഞവൾ അവിടെ നിന്ന് പോകുന്നു. നോക്കുമ്മ, ഒരു റെസ്പെക്റ്റും ഇല്ലാതെ അവൾ എന്നോട് സംസാരിച്ചിട്ട് പോയതെന്ന് ഷിബ്ര ചോദിക്കുമ്പോൾ അപ്പോൾ നീ എന്നോട് സംസാരിക്കുന്നതോ? അതായത് ഞാൻ നിന്റെ ഉമ്മയല്ല ഇവിടുത്തെ വേലക്കാരിയാന്ന് പറയുമ്പോൾ സുലൈമാൻ അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. എല്ലാത്തിനും ഞാൻ മിണ്ടാതിരിക്കാന്നും പറഞ്ഞവർ അവിടെ നിന്നും പോകുന്നു. ഇത്രയ്ക്കായതും സുലൈമാനും കഴിക്കാതെ പോകുന്നു. ഷിബ്രക്ക് ആകെ വിഷമാവുന്നു. നർഗീസിനെയും സുഹൈബിനെയും ഒരിടത്തേക്ക് കണ്ണുകെട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് സർദാർ. ഷാമിർ സാബാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, അവരെന്താണോ പറയുന്നത് അത് സമ്മതിച്ചോണെന്ന് പറഞ്ഞിട്ട് സർദാർ അവരോട് ഷൗട്ട് ചെയ്യുന്നു. ഇവിടെ ഫറാസ് ഷമീറിനെ കളിയാക്കുവാണ്. സിസ്റ്റർ ഇൻ ലോയുടെ കല്യാണം ശരിയാക്കി കൊടുത്ത് നീ നിന്റെ വെഡിങ് പ്ലാൻ ചെയ്യുവാണല്ലെന്നും പറഞ്ഞിട്ട് ഞാൻ സുഖേനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഷിബ്രക്ക് ഞാൻ അട്രാക്റ്റീവ് ആവുന്നു ഷമീർ പറയുന്നു. സുഹൈബിന് എങ്ങനെയെങ്കിലും സത്താർ ഗ്രേഡിൽ ജോബ് ശരിയാക്കി കൊടുക്കണം, അതിന് നീ എന്തെങ്കിലും ചെയ്യണമെന്ന് ഫറാസിനോട് ഷമീർ പറയുന്നു. അപ്പോഴേക്കും ഷമീറിന് ഷിബ്രയുടെ കോൾ വരുന്നുണ്ട്. ഈ ഫോൺ മാറ്റിക്കൂടെന്ന് ഫറാസ് ചോദിക്കുമ്പോൾ ഫസൽ ഭക്ഷണം ഇതാണ് ഇഷ്ടം നമ്മൾ പറയുന്നു. ഷിബ്ര വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണെന്നും സുഹൈബിനെ വിളിച്ചിട്ട് കാര്യം പറയാന്ന് വെച്ചാൽ അവനെ കിട്ടുന്നില്ലെന്നും വീട്ടിലേക്ക് പോയിട്ട് നോക്കുമ്പോൾ വീട് ലോക്കാണെന്നും പറയുമ്പോൾ ഷമീർ പറയുന്നുണ്ട് ഇപ്പോൾ എന്തിനാ അങ്ങോട്ടേക്കൊക്കെ പോകുന്നത്, ഞാൻ ഇവിടുത്തെ മുർഷിദിനോട് പറഞ്ഞിട്ട് എല്ലാം ശരിയാക്കും, അതുവരേക്കും ക്ഷമിക്കുന്നവൻ പറയുമ്പോൾ എങ്ങനെ ക്ഷമിക്കും, ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാ, ഇന്ന് ഉപ്പ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഇവിടുന്ന് പോയി, ഉമ്മയും സുഖേനയും എന്നോട് മിണ്ടുന്നു പോലും ഇല്ല, എന്താ ചെയ്യാ, അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയോട് ഒന്നും കൂടി സംസാരിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതെന്ന് ഷിബ്ര പറയുമ്പോൾ ഷമീർ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, ആൻറ്റിയുടെ മകളോട് പോയി സംസാരിക്കുന്നു. ഇല്ല, അവരൊന്നും ഞങ്ങളോട് മിണ്ടാറില്ല. ഫസൽ ബക്ഷ്, നിങ്ങളൊന്ന് സുഖേനയെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കോ, ഉപ്പയെ വിഷമിപ്പിക്കരുതെന്ന് പറയുമെന്ന് ഷിബ്ര ചോദിക്കുമ്പോൾ നീ ടെൻഷൻ ആവണ്ട, ഞാനിപ്പോൾ വിളിച്ച് സംസാരിക്കാമെന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നു. ഫോൺ വെച്ച ശേഷം ഷാമിർ നർഗീസിന്റെ അടുത്തേക്ക് പോകാനൊരുങ്ങിയതും ഫറാസ് പറയുന്നുണ്ട് മെഹറിൻ നിന്നെ ലഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതിന് ഞാനെന്ത് വേണം, എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യം വലുത്, അല്ലാതെ മെഹറിൻ അല്ലാന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടവൻ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം കണ്ണിലെ കെട്ട് നീക്കി ചുറ്റും ഒന്ന് കണ്ണോടിച്ചിട്ട് നർഗീസ് പറയുന്നുണ്ട് സുഹൈബ് പേടിക്കേണ്ട കാര്യമല്ല, ഈ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെ മനസ്സിലായെന്ന് സുഹൈബ് ചോദിക്കുമ്പോൾ ഇവിടെ പൂളിൽ നിറയെ ബലൂണാണെന്ന് പറയുന്നുണ്ട് നർഗീസ്. ഷാമിർ അങ്ങോട്ട് വന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഞാൻ ആരാണെന്നറിയോ, ഷമീർ സിക്കന്ദർ. അത് കേട്ടത് നർഗീസ് അവനെ മോനെന്നൊക്കെ വിളിച്ചിട്ട് സോപ്പിടുന്നുണ്ട്. മോൻ എങ്ങനെയിരിക്കുന്നു, സുഖാണോന്നൊക്കെ നർഗീസ് ചോദിച്ചതും ഞാൻ നന്നായിട്ടിരിക്കുന്നു, പക്ഷെ ചില സമയത്ത് ഞാൻ നല്ലതല്ല, എന്തെങ്കിലും അലമ്പ് കാണിച്ചാൽ ഞാനും അലമ്പാകുന്നു ഷമീർ പറയുമ്പോൾ നർഗീസ് പേടിയോട് പറയുന്നുണ്ട് ഞങ്ങൾ അലമ്പൊന്നും അല്ല, പാവങ്ങളാണെന്ന്. അത് ശരിയാ, എനിക്കറിയാം നിങ്ങൾ പാവാണെന്നൊക്കെ, നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ എനിക്കറിയാമെന്ന് ഷമീർ പറയുമ്പോൾ നർഗീസിനാകെ ഭയം തോന്നുന്നു. ഇതേ സമയം ആകെ വിഷമത്തിലിരിക്കുന്ന സുക്കൈനയും സുലൈമാനെയും സഫിയയൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഷമീർ പറയുന്നുണ്ട് നീ ഒഴിവാക്കി പോയില്ലേ, അവൾ എൻ്റെ സഹോദരിയാണെന്ന്. ഇത് കേട്ട ഉടനെ നർഗീസ് സുഹൈബിനെ തല്ലിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ആ പെണ്ണിനെ ചെയ്തതെന്ന്. ഞാനൊന്നും ചെയ്തില്ല ഉമ്മാന്നും പറഞ്ഞ് അവൻ ഷമീറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് സിസ്റ്ററിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന്. അപ്പോൾ ഷമീർ പറയുന്നുണ്ട് സുക്കൈന സുലൈമാൻ, അവൾ എനിക്ക് എൻ്റെ സഹോദരിയെ പോലെയാണെന്നും അവളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും താൻ ചെയ്യും കേട്ടോ നർഗീസ് ആൻറ്റി എന്നും പറഞ്ഞവൻ അവരെ പേടിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ 5 മിനിറ്റ് സമയം തരുമെന്നും അതിനുള്ളിൽ ഒരു തീരുമാനം അറിയിക്കണമെന്നും എന്നെ കൊണ്ട് തെറ്റൊന്നും ചെയ്യിപ്പിക്കരുതെന്നും പറഞ്ഞവൻ അവിടെ നിന്നും പോകുന്നു. ആകെ വിഷമിച്ച് ബാൽക്കണിയിലിരിക്കുന്ന ഷിബ്രയുടെ അടുത്തേക്ക് താഴെ ഊഞ്ഞാലിലേക്ക് ഷമീർ എന്തോ കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് പോലെ ഷിബ്രക്ക് ഫീൽ ചെയ്യുന്നു. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. താങ്ക്